ഇതോ കാര്യമായിട്ടുള്ള കോളിലാണ്, അതാണ് ഇങ്ങോട്ടും നോക്കാത്തത്. ചേച്ചി ഫോമിൽ തുടങ്ങിയ പിന്നെ പരിസരം എഴുതാൻ പറഞ്ഞൂടാ. ആണോ മോളെ? ഓ ഇപ്പൊ വന്നേ ഉള്ളൂ. വിളിച്ചിട്ട് വരണ്ടേ? വിളിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചതാണ് മക്കളെ, പക്ഷെ മറന്നുപോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓ സുഖം. ആരൊക്കെയുണ്ട് അവിടെ? അമ്മൂമ്മയുണ്ട്, കനകാന്റി ഉണ്ട്. കനകം ഉണ്ടല്ലേ? എന്നാ പിന്നെ കനകത്തിന്റെ സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ കഴിക്കാൻ. ആ ഞാൻ എടുക്കാം മക്കളാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ വയ്ക്കോ. നിങ്ങൾ പൊക്കോളാനാ? അല്ല ഇന്ന് ക്ലാസ്സിലൊന്നും പോണ്ടേ? ക്ലാസ്സിൽ പോയിക്കോളാം. ഞാൻ ചോദിച്ചപ്പോൾ അടുത്താണ് സ്കൂളെന്ന് പറഞ്ഞു. സ്കൂൾ അടുത്താന്ന് പറഞ്ഞു റെഡി ആവണ്ടേ? യൂണിഫോം ഒക്കെ ഇടണ്ടേ? യൂണിഫോം ഇട്ടാ മാത്രം മതിയോ? ബുക്കൊക്കെ ചേച്ചി എടുത്ത് അടുക്കി വെച്ചോ? വെച്ച് കാണൂലെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ട് വിടാം നിന്നെ. ബാബാ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. എന്തേ വരുന്നില്ല കുറെ നേരമല്ലേ പറയണം. എന്തൊരു ഉടാപ്പുണ്ടല്ലോ, എന്താണ്? ഇല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ശരി ഞങ്ങൾ പോക്കോളാം. ചിറ്റപ്പാ ചിറ്റപ്പന്റെ ഫോണാണ് അടിക്കണേ? അല്ല ചേച്ചിയാണോ? എന്റെ കയ്യിലിരിക്കുമല്ലേ? എന്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല, പിന്നെ സാറിന് ഫോൺ അടിക്കണേ? ഇത് റോട്ടിൽ കൂടെ പോയ ആർക്കെങ്കിലും ആയിരിക്കും. കൈ നീട്ടിക്ക്. ആ ഫ്രഷ്. അപ്പുറത്തെ കൈ നീട്ടിക്ക്. അതിലും കിണ്ണം. സൂപ്പർ, നമ്മളെ പോലെയൊക്കെ തന്നെ. ഫോണിങ് വിട്. കനാൻഡിയുടെ ഫോണ് അറിയായിരുന്നു എന്തോ ഉടായിപ്പുണ്ടെന്ന്. ഇതുകൊണ്ടാണ് അകത്തേക്ക് ഞങ്ങളുടെ കൂടെ വരാഞ്ഞേ. നോക്ക് എന്തേ മിണ്ടാ നിക്കണ? മനസ്സിലാവുന്നുണ്ട് കേട്ടാ. വാ സ്കൂളിൽ പോവാം, നടക്ക്. മക്കളെ ലച്ചു, ഞാനൊരു 2 ആഴ്ച മുമ്പ് നമ്മളെ സിദ്ധുവിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മളെ രാമേഷണ്ണയില്ലേ, ആ മുടുക്കിൻ്റെ അവിടെ താമസിക്കുന്നത്, പുള്ളിയുടെ മോൻ MBA ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു ജോലി കാര്യത്തിനുണ്ടാണ് വിളിച്ചത്. എല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞു സിദ്ധു. പിന്നെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്തു. ഭയങ്കര സന്തോഷം പുള്ളിക്ക്. രമേശന്റെ മോൻ്റെ അടുത്ത് ഒരു കാര്യം പറ, വേറെ വല്ല പണിക്ക് പോയിക്കോളെ. എന്റെ ചിറ്റപ്പ സിദ്ധുവിന്റെ അടുത്ത് പറയാതെ നടപടിയാണോ കേസൊന്നും അല്ല. അയ്യേ മക്കളെ, എനിക്ക് ഉറപ്പ് തന്നടി അവൻ. പക്ഷെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എനിക്ക് ഇതേപോലെ കുറെ ഉറപ്പ് തന്നിട്ടുണ്ടേ. എന്തായാലും എനിക്കിപ്പോ ഒരു ഉറപ്പുണ്ട്. ഞാൻ താ പോണു, താ പറഞ്ഞു. മക്കളെ എവിടെ പോണ? ഞാൻ സ്കൂളിൽ പോണു. സ്കൂളില്ല, പാറുവിനെ തിരിച്ചു വിളിച്ചോണ്ട് വരാ സ്കൂളിൽ പോണു. അങ്ങനെ തെളിച്ച് പറ. അല്ല എന്ന് നീ എന്നെ പോണത്? അങ്ങനൊന്നുമില്ല, ലച്ചു പോവും, ചില ദിവസം കനകാൻ്റെ പോവും, അമ്മൂമ്മ പോവും. ഇന്ന് ഞാൻ പോണത്ര. ഞാനിപ്പോ പോവലിച്ചിരി കുറവാ ചിറ്റപ്പാ. ഇവളെയും കൊണ്ട് വരാൻ നേരത്തെ വഴി നീളം മൊത്തം അടിയുണ്ടാക്കി കൊണ്ടുവരേണ്ട വരുന്നേ. അത് മേടിച്ചതാ, ഇത് മേടിച്ചതാ. ആര് മക്കളെ അടി ഉണ്ടാക്കണത്? നീയാണാ പാറുക്കുട്ടിയാണാ? ചിറ്റപ്പാ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പാറു 1 പറഞ്ഞാൽ ലച്ചു ചേച്ചി 9 പറയും. അങ്ങനെ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു കൂട്ടത്തല്ലാവും. ഇതൊന്നും ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന് ഒന്നും താന്നു കൊടുത്ത പ്രശ്നം കഴിയില്ലു. ആ താന്നു കൊടുക്കാടാ, താന്നു കൊടുത്തിട്ട് വേണം തലേ കയറി ഇരുന്ന് നിരങ്ങാൻ. എന്റെ ചിറ്റപ്പ ഇവളുടെ അടുത്ത് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. എന്തരായാലും ഇവിടെ പണ്ട് ലച്ചു ചേച്ചി പൊടി പിടിച്ചോലെ വേറെ ആരും പൊടി പിടിച്ചാണ് വരല്ലേ ചേട്ടാ? പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്. ശരി ഞാൻ പോണ്. പക്ഷെ പാറുവിനെക്കാളും ഭേദം പഴയ ശിവാനി തന്നെയാണ്. നീ അത്ര മോശമൊന്നും അല്ലായിരുന്നു. അത് അന്തക്കാലം. കാലമായിരുന്നാലും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.